ഇനി നമുക്ക് സെൽഫ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നോക്കാം. സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിസിപ്പൻറ്റ് അയാളുടെ ഫീലിങ്സിനെ കുറിച്ചും അയാളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അയാളുടെ ബിലീഫ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാർട്ടിസിപ്പൻറ്റിനോട് നമ്മൾ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മൾ അയാളോട് ചോദിച്ച് അയാളുടേതായ ഒരു റിപ്പോർട്ട് അയാൾ നൽകുകയാണ്. അയാളുടെ ഫീലിങ്സിനെ കുറിച്ചും അയാളുടെ അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിനെ കുറിച്ചൊക്കെയാണ്, അസുഖത്തിൻ്റെ സിംറ്റംസ് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഡോക്ടറെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ആണ്. നമുക്ക് നമ്മുടെ ആ ഒരു അസുഖത്തിനായ സിംറ്റംസ് നമുക്ക് എന്തൊക്കെയാണുള്ളത്, ആ ഒരു സിംറ്റംസ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബിഹേവിയർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തി അയാളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മെത്തേഡാണ് ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺസിനോട് നമ്മൾ അവരുടെ ഫീലിങ്സിനെ കുറിച്ചും അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചും അവരുടെ ബിലീഫ്സിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നൊരു മെത്തേഡാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇൻഡിവിജ്വൽസ് അവരുടെ ഫീലിങ്സും അവരുടെ ബിലീഫ്സും അവരുടെ ആറ്റിറ്റ്യൂഡ്സും എല്ലാം അവരുടേതായ ഒരു റിപ്പോർട്ട് നൽകുന്ന ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെൽഫ് റിപ്പോർട്ടിംഗ് നടത്തുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയൊരു സെൽഫ് റിപ്പോർട്ടിംഗ് എഫക്റ്റീവ് ആവണമെങ്കിൽ, ഒരു എഫക്റ്റീവായിട്ട് സെൽഫ് റിപ്പോർട്ടിംഗ് നടക്കണമെങ്കിൽ ആ റെസ്പോണ്ടൻറ്റ് ഈ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ സിൻസിയറായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യണം. അതിനയാൾ അദ്ദേഹം തയ്യാറാവണം. അത്തരത്തിൽ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ഈ സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്ക് വഴി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് ചെയ്യാൻ വില്ലിങ് ആയാൽ മാത്രം പോരാ, ആ റിപ്പോർട്ട് അക്യുറേറ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അദ്ദേഹത്തിന് കഴിയണം. കൃത്യമായിട്ട് തന്നെ അത് പറയാൻ കഴിയണം. അപ്പോൾ എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് പറയാനുള്ളൊരു എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടെ ഉള്ളൊരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഒരു ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ അസംഷൻ തന്നെ ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ടെക്നിക്കിൻ്റെ അസംഷൻ തന്നെ എന്താണ്, ഈ റെസ്പോണ്ടൻ്റ് അക്യുറേറ്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാനും അതുപോലെ റെസ്പോണ്ട് ചെയ്യാനും വില്ലിങ് ആണ് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്സ് എല്ലാം നടത്തുന്നത് തന്നെ. പിന്നെ സെൽഫ് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് സാധാരണ നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ, അതുപോലെ ഇൻവെൻട്രീസ്, ക്വസ്റ്റ്യനേഴ്സ്. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കുകളാണ് നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇൻവെൻട്രി, ക്വസ്റ്റ്യനെയറൊക്കെ. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ഒരു സഹായത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് റിപ്പോർട്ടിംഗ് കുറച്ചുകൂടെ ആധികാരികമാക്കി മാറ്റാൻ കഴിയും. അതിനുള്ളൊരു അവസരങ്ങൾ ലേണേഴ്സിന് നൽകാൻ കഴിയും. ഇപ്പം പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ വഴി ഇപ്പം നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ അവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞു സെൽഫ് റിപ്പോർട്ടിംഗ് ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നടക്കുന്നത് ഈ ഡോക്ടറും ഈ ആരാണോ പോയിരിക്കുന്നത് അദ്ദേഹം തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നടക്കുന്നൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലൊരു ത്രൂ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ത് ചെയ്യാൻ കഴിയും, സെൽഫ് റിപ്പോർട്ടിംഗ് നടത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇൻവെൻട്രി, ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ മേഖലയാണ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെൻട്രി നമ്മൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇൻവെൻട്രിയോട് റെസ്പോണ്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് അദ്ദേഹം തയ്യാറാക്കുന്ന ആ ഒരു സെൽഫ് റിപ്പോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ തന്നെ ബിലീഫ്സിനെ കുറിച്ചൊക്കെയുള്ളൊരു റിപ്പോർട്ടാണ് അദ്ദേഹം അവിടെ തയ്യാറാക്കുന്നത്. അത്തരത്തിലുള്ളൊരു ടെക്നിക്കാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ നമ്മൾ ആരിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് അദ്ദേഹം വില്ലിങ് ആണ്, കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വില്ലിങ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ റെസ്പോണ്ടൻറ്റ് കൃത്യമായിട്ട് വില്ലിങ് ആണ്, ഈ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണ്. അങ്ങനെ അത്തരത്തിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ വില്ലിങ് ആവണമെന്നുണ്ടെങ്കിൽ ആരാണോ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അദ്ദേഹം അതുപോലെ തന്നെ ഈ ലേണറും തമ്മിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അവർക്കൊരു റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം അവർക്ക് അവിടെ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഈ ടീച്ചേഴ്സും ലേണേഴ്സും തമ്മിലുണ്ടെങ്കിൽ മാത്രമേ സെൽഫ് റിപ്പോർട്ടിംഗ് എന്താവുള്ളൂ, എഫക്റ്റീവ് ആവുകയുള്ളൂ. ഹോണസ്റ്റ് ആയിട്ട് ലേണേഴ്സ് എന്ത് ചെയ്യുള്ളൂ, റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിന് കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ലേണേഴ്സ് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്, ഒരു മെത്തേഡാണ് ഇത് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമുക്ക് ചുരുങ്ങിയ ചിലവിൽ പെട്ടെന്ന് തന്നെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിയൊരു ടെക്നിക്കാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
അപ്പം നമുക്ക് ഈ മറ്റ് ടൂളുകളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത, അപ്പം ത്രൂ ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചില സമയത്ത് നമുക്ക് ഈ അൺഎത്തിക്കലായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുക എന്ന് പറയുമ്പോൾ ഒബ്സർവേഷനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ചില റീസൺസ്, ചില സാഹചര്യങ്ങളിൽ എന്തായിരിക്കും, അൺഎത്തിക്കലായിരിക്കും. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് റിപ്പോർട്ടിംഗ് ഉപയോഗിക്കാം. അത്ര ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ വീണ്ടും ആ ഒരു ഇൻസിഡൻറ്റ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് നല്ലത് ഈ സെൽഫ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പം നമ്മുടെ ലേണേഴ്സിനെ നമുക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും, കാരണം അവർ തന്നെയാണ് അവരുടെ ഫീലിങ്സിനെ കുറിച്ചും അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു തെറ്റ് വരാനുള്ളൊരു സാധ്യത കുറയും, ഒരു പേഴ്സണൽ ബയോസ് വരാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം ഹോണസ്റ്റായിട്ട് ലേണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് എന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്, നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ ലേണേഴ്സിനെ നമുക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ അവർ നമ്മൾ ലേണേഴ്സിനെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ സെൽഫ് റിപ്പോർട്ടിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുപോലെ ലേണേഴ്സിന് തന്നെ അവരുടെ ഈ ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ടെക്നിക്കിലൂടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേണേഴ്സിന് അവരുടെ തന്നെ പെർഫോമൻസിനെ അവർ സ്വയം വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ വിലയിരുത്തുന്നത് അവരിലെ ഒരു റെസ്പോൺസിബിൾ ലേണേഴ്സാക്കി മാറ്റാൻ കൂടെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ സെൽഫ് റിപ്പോർട്ടിനെ കുറിച്ച് ലിമിറ്റേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ചില സമയത്ത് എന്ത് ചെയ്യില്ല, ലേണേഴ്സ് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞോണമെന്നില്ല. അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളതോ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചോ കൃത്യമായിട്ട് ഹോണസ്റ്റായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തോണമെന്നില്ല. അതാണ് ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഹോണസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊള്ളണം എന്നില്ല. അതുപോലെ ചില സമയത്ത് ഇവർ എക്സാജറേറ്റഡ് ആയിരിക്കും ഇവരുടെ ആൻസേഴ്സ്. ഇവർ ഒരുപാട് എക്സാജറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കും അവരുടെ ഫീലിങ്സും കാര്യമൊക്കെ. അത് മറ്റൊരു ലിമിറ്റേഷനാണ്. സെൽഫ് റിപ്പോർട്ടഡ് ആൻസേഴ്സ് ആർ സംടൈംസ് എക്സാജറേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ബയസ്ഡ് ബൈ പേഴ്സൺസ് ഫീലിങ്സ് അറ്റ് ദ ടൈം ഓഫ് റിപ്പോർട്ടിംഗ്. ഇപ്പം നമ്മളൊരു കാര്യം നമ്മുടെ ഒരു ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഒരു പക്ഷേ അവരുടെ ആ പ്രസൻറ്റ് ടൈമിലുള്ള അവർ ആ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിലുള്ള അവരുടെ ഫീലിംഗ് എന്താണോ അതിനനുസരിച്ചിട്ട് ഒരു പക്ഷേ എന്ത് ചെയ്യാം, അവരുടെ മുൻ അനുഭവത്തിന് അവർ ചെറിയ തോതിൽ അവർ വളച്ചൊടിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ പറയുക. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ്, നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ലേണറിൻ്റെ ആറ്റിറ്റ്യൂഡിനും ഫീലിനൊക്കെ അവർ എന്ത് ചെയ്യും, കുറച്ചൊന്ന് വളച്ചൊടിച്ചിട്ടായിരിക്കും പറയുക. സോ ഇറ്റ് ഈസ് ബയാസ്ഡ് ബൈ പേഴ്സൺസ് ഫീലിങ്സ് അറ്റ് ദ ടൈം ഓഫ് റിപ്പോർട്ടിംഗ് ടൈമിലുള്ള അവരുടെ ഫീലിങ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെൽഫ് റിപ്പോർട്ടിംഗ് വഴി അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആ റിപ്പോർട്ടിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഈ സെൽഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ കേസ് സ്റ്റഡി നോക്കാം. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് മറ്റൊരു ടെക്നിക്കാണ്, നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ലേണേഴ്സിനെ കുറിച്ച് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫിനോമിനെ കുറിച്ച്, അതായത് ഒരു കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറി, ആ കുട്ടി അങ്ങനെ പെരുമാറാനുള്ള റീസൺ എന്താണ്, അങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചോ ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തുന്നൊരു പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ ഒരു കേസ് സ്റ്റഡി ഏറ്റവും മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരു കുട്ടി, ആ കുട്ടിയുടെ മൊത്തം ടോട്ടാലിറ്റി, ആ കുട്ടി ഓരോ സാഹചര്യത്തിലും ആ കുട്ടി പെരുമാറേണ്ട കാരണം എന്താണ്, ആ കുട്ടിയുടെ ഇമോഷണലി സോഷ്യലി ഒക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ പഠനം നടത്തുന്നുണ്ടാവുക. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് മൊത്തത്തിലൊരു പഠനം നടത്താൻ പറ്റിയ ഏറ്റവും മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അല്ലേ, വി ആർ സ്റ്റഡിങ് ദ ചൈൽഡ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. കുട്ടിയുടെ എല്ലാ ആസ്പെക്ട്സും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകൾ നമ്മൾ ഈ കേസ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഒരൊറ്റ സ്ഥലത്തു നിന്ന് മാത്രമല്ല, പല സോഴ്സസ് നിന്നായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ കേസ്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ നമ്മൾ പഠനം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ എന്തിനെക്കുറിച്ചാണോ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചായിരിക്കും നമ്മളൊരു പക്ഷേ പഠിക്കുന്നുണ്ടാവും അല്ലേ. ഒരു കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറി, എന്തുകൊണ്ട് ആ പെരുമാറി എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മളൊരു പക്ഷേ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ
പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയാവുന്ന നെസസറി ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡിഫറെൻറ്റ് സോഴ്സസ് നിന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കേസ് സ്റ്റഡി ഈസ് എ ടെക്നിക് ഓഫ് കളക്ടിങ് all sorts of necessary information about a child with a view to studying and solving his deep rooted problems. നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിക്ക് പറ്റിയൊരു ഡെഫിനിഷനാണിത്. നമ്മുടെ ക്ലാസ് റൂം സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലേ, ഒരു പഠനം നടത്തി ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നുള്ളതിനെക്കുറിച്ച് അവൻ്റെ ഇമോഷണലിയും സോഷ്യലിയും ഒക്കെ എല്ലാ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊരു പഠനം അങ്ങനെയൊരു പ്രശ്നം ഈ കുട്ടിക്ക് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തി അത് മനസ്സിലാക്കണം. ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഡാറ്റ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആ ഡാറ്റ എല്ലാം അനലൈസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഹൈപ്പോസിസൊക്കെ തയ്യാറാക്കി വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് നടത്തണമെങ്കിൽ നമുക്കതെല്ലാം നടത്തുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നൊരു ടാസ്ക്കാണ് ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ആ പഠനം ആഴത്തിൽ ആ കുട്ടിയെക്കുറിച്ച് വ്യക്തിയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠനം നടത്തി അവൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ കേസ് സ്റ്റഡി മെത്തേഡിനകത്ത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻഡിവിജ്വലിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ച്, അവൻ്റെ ഫാമിലി കണ്ടീഷൻസിനെ കുറിച്ച്, അവൻ്റെ സ്റ്റഡി ഹാബിറ്റ്സിനെ കുറിച്ച്, അവൻ്റെ ഹെൽത്ത്, മെൻ്റൽ കണ്ടീഷൻസ്, അങ്ങനെ അവൻ്റെ എല്ലാ ആസ്പെക്ട്സിലുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ആ ടീച്ചർ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് സോഴ്സസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലേ, വേരിയസ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം, ഡിഫറെൻറ്റ് ടൂൾസൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് റെഗുലർലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിട്ട് നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് ആ ഫൈൻഡിങ്സിനെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് സ്റ്റഡിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അല്ലേ, മോസ്റ്റ് റിലയബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആ കുട്ടിക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ കേസ് സ്റ്റഡി സഹായിക്കുന്നുണ്ട്. കാരണം റിലയബിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേസ് സ്റ്റഡി. അതിൻ്റെ കറക്റ്റ് റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ, ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ആ കുട്ടിയുടെ സോഷ്യൽ എക്കണോമിക്കൽ സ്റ്റാറ്റസും അവൻ്റെ ഫാമിലി കണ്ടീഷൻസും അവൻ്റെ സ്റ്റഡി ഹാബിറ്റ്സും അവൻ്റെ ഹെൽത്തും എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് കേസ് സ്റ്റഡി എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. അതുപോലെ തന്നെ ഫർദർ റിസർച്ചിന് ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തി നമ്മൾ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാറ്റ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും ഒരു റിസർച്ച് നടത്തണമെങ്കിൽ അതിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡാറ്റ ആയിരിക്കും നമുക്ക് ത്രൂ കേസ് സ്റ്റഡി നമുക്ക് കിട്ടുക. സോ ഇറ്റ് പ്രൊവൈഡ്സ്, കേസ് സ്റ്റഡി പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഫോർ ഫർദർ റിസർച്ച്. അതാണ് ഈ കേസ് സ്റ്റഡിയുടെ ഗുണങ്ങളെല്ലാം, യൂസ് എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ. മറ്റ് റിസർച്ചൊക്കെ നടത്താൻ നമുക്ക് ഒരു വെളിച്ചം വീശുന്ന, മറ്റ് പഠനങ്ങളിലേക്കും കൂടി വെളിച്ചം വീശുന്ന രീതിയിലായിരിക്കും ഈ ഒരു കേസ് സ്റ്റഡിയുടെ എല്ലാം ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. എല്ലാ ഡാറ്റയും അത്രയും വാലിഡാണ്. അതുപോലെ തന്നെ കേസ് സ്റ്റഡിയുടെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, പ്രധാന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് സോഴ്സുകളിൽ നിന്നായിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കണം, ഡിഫറെൻറ്റ് ടൂൾസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയേക്കാം. അപ്പോൾ കൃത്യമായിട്ട് ക്ഷമയോടെ റെഗുലറായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, കേസ് സ്റ്റഡി സക്സസ് ആവുകയുള്ളൂ. അപ്പോൾ അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ഈ കേസ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത ഒരു ടെക്നിക്കിലേക്ക് നോക്കാം. സോഷ്യോമെട്രിയാണ് അടുത്തൊരു ടെക്നിക്ക്. നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് സോഷ്യോമെട്രി. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ, ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. ഈ കുട്ടികളെല്ലാം ഓരോ ആൾക്കാരോടും ക്ലാസ്സിലുള്ള ഓരോ മെമ്പേഴ്സിനോടും എങ്ങനെ അവർ ഇൻറ്ററാക്ട് ചെയ്യുന്നു, അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠനം നടത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഈ സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത് ജെ എൽ മൊറീനോ ആണ്. അദ്ദേഹമാണ് സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത്.
ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ഒരു സോഷ്യൽ ഗ്രൂപ്പ്, അപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ക്ലാസ് റൂമായിട്ട് കരുതും. ആ ഒരു ക്ലാസ് റൂമിലുള്ള മെമ്പേഴ്സ് തമ്മിൽ, മെമ്പേഴ്സിൻ്റെ റിസപ്റ്റീവ് ഓർ റിജക്റ്റീവ് ടെൻഡൻസി, അതായത് എത്ര ആൾക്കാർ, ഒരാൾ ഏതൊക്കെ വ്യക്തിയാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി അല്ലേ, എല്ലാ കുട്ടികളും ആക്സെപ്റ്റ് ചെയ്തൊരു വ്യക്തി ആരാണ്, അതുപോലെ എല്ലാ കുട്ടിയും റിസപ്റ്റ് ചെയ്യുന്ന അല്ലേ റിജക്റ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്, അത്ര ഇഷ്ടമില്ലാത്തൊരു കുട്ടികളൊക്കെ ഉണ്ടായേക്കാം അല്ലേ. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ സോഷ്യൽ റിലേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു ടെക്നിക്കാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ആ ഗ്രൂപ്പിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ലേണേഴ്സിനോട് പറയും അല്ലേ, അവർക്ക് നമ്മൾ ഈ ഒരു സോഷ്യോമെട്രി നമ്മൾ നടത്തുമ്പോൾ ആദ്യം ലേണേഴ്സിനോട് നമ്മൾ എന്ത് പറയും, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ പേര്, ഓരോ കുട്ടിയോടും അവർക്ക് ആ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ, അതായത് ആ കുട്ടിക്ക് ഒരു പക്ഷേ കൂടെ സ്റ്റഡി ടൂറൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റഡി ടൂറിൽ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ കളിക്കാൻ അല്ലെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേ ടൈമിൽ കൂടെ കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്രോജക്റ്റൊക്കെ തന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തി ആരാണ്. അത്തരത്തിൽ കുറേ ആ സോഷ്യൽ സെറ്റിങ്സിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ആ കുട്ടിയോട് ചോദിക്കുകയാണ്. ഇതേപോലെയുള്ള ആരുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം, ആരുടെ കൂടെ കൂട്ടുകൂടാനാണ് ഇഷ്ടം, ആരുടെ കൂടെ സ്റ്റഡി ടൂറിലൊക്കെ ആരുടെ കൂടെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. അത്തരത്തിൽ കുറേ ചോദ്യങ്ങൾ നമ്മൾ ആ കുട്ടിയോട് ചോദിക്കാം. ആ കുട്ടി 2 ചോയ്സ് സെലക്ട് ചെയ്യണം. ഒന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, രണ്ടാമത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. അത്തരത്തിൽ 2 ചോയ്സ് ആ കുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കുട്ടിയും എന്ത് ചെയ്യും, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കൂടെ കളിക്കാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ആരാണെന്നുള്ളത് എന്ത് ചെയ്യും, അവർ മാർക്ക് ചെയ്ത് നമുക്ക് തരും. അങ്ങനെ അവർ മാർക്ക് ചെയ്തെന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടേബിളാക്കാണ്. ഓരോ റോൾ നമ്പർ അനുസരിച്ചിട്ട്, ഒന്നാമത്തെ റോൾ നമ്പർ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഇന്ന റോൾ നമ്പറാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടേബിളാക്കി. ഈ ഒരു ടേബിളിലുള്ള ഈ ഒരു ഡാറ്റേനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപയോഗിച്ചിട്ട് നമ്മളൊരു സോഷ്യോഗ്രാം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോയ്സ്, കുട്ടികൾ നൽകിയിരിക്കുന്ന ഈ ഒരു ചോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സോഷ്യോഗ്രാം വരയ്ക്കും. ഒരു സോഷ്യോഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ നമ്മളൊരു ടേബിളിൻ്റെ അകത്ത് നമ്മൾ ഈ ഓരോ കുട്ടിയും ആരെയാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ചിലപ്പം കൂടുതൽ കുട്ടികളും അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവാം. ആ ഇൻഡിവിജ്വലിനെ നമ്മൾ പറയുക സ്റ്റാർ എന്നാണ് പറയുക. ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ സ്റ്റാർ എന്ന് പറയുന്നത് ആ കുട്ടിയാണ്. ആ കുട്ടിയെയാണ് എല്ലാ ആൾക്കാരും കൂടെ കളിക്കാനും സ്റ്റഡി ടൂറിനൊക്കെ കൂടെ പോകാനും, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്യാനൊക്കെ ആ കുട്ടീൻ്റെ കൂടെ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തൊരു കുട്ടി ഉണ്ടാവും. ആ കുട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില ഗ്രൂപ്പ് ഉണ്ടാവും, ക്ലാസ്സിനുള്ളിൽ തന്നെ ചെറിയ ചില ഗ്രൂപ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പ് ആവാനൊക്കെ ഇഷ്ടമുള്ളൊരു ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ പറയാം ക്ലിക്ക് എന്നാണ് പറയുക. സ്റ്റാർ, ക്ലിക്ക് എന്ന് പറയും. സ്റ്റാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളാൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിനകത്തുള്ള ചെറിയൊരു ഗ്രൂപ്പിനെ, അതിനെ നമ്മൾ ക്ലിക്ക് എന്ന് പറയും. ദെൻ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കാണാം വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവർ മറ്റുള്ളവരുമായിട്ടൊന്ന് കൂട്ടുകൂടുകയൊന്നും ചെയ്യില്ല. അവരോടും ആ കുട്ടിയോടും മറ്റുള്ളവരും കൂട്ടുകൂടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആരും സെലക്ട് ചെയ്യാത്ത, കൂടെ കളിക്കാനൊന്നും ആരും ഇഷ്ടപ്പെടാത്ത, റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവാം ഒരു പക്ഷേ. അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ഐസൊലേറ്റ് എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ ഒരു സോഷ്യോഗ്രാം നമ്മൾ നടത്തി നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ മിങ്കിൾ ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൂടുതൽ മിങ്കിൾ ചെയ്ത് കൊണ്ടുവരണം. എങ്കിലേ അവരുടെ ഈ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ മുന്നോട്ട് മാറുകയുള്ളൂ. അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അവരുടെ മറ്റുള്ളവരുടെ കൂടെ കളിക്കാനുള്ളൊരു സാഹചര്യം അവർക്ക് കൊടുക്കണം. അത്തരത്തിൽ അവരെ ഗ്രൂപ്പിലേക്ക് ഇൻവോൾവ് ചെയ്യുകയൊക്കെ വേണം. അതിന് വേണ്ട ടാസ്കുകളെല്ലാം അവർക്ക് കൊടുക്കുകയും വേണം. അവർക്ക് കൂടുതൽ ചുമതലയൊക്കെ കൊടുത്ത് അവരുടെ കൂടെ മറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ കുട്ടികളും ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ടാസ്കുകളും കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഗ്രൂപ്പിന് ഒരു കൊഹിഷൻ
ഉണ്ടാക്കിയെടുക്കുകയും വേണം. അത്തരത്തിലൊരു കൊഹീഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്ലാസ് റൂം നമ്മൾ സോഷ്യോമെട്രിയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഒരു സോഷ്യോഗ്രാമൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു സോഷ്യോഗ്രാമൊക്കെ വരയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതാണ്. ഇത്തരത്തിൽ സ്റ്റാർ ആയിട്ടുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ മനസ്സിലാക്കാൻ, ആ ഗ്രൂപ്പ് ഡൈനാമിക്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ സോഷ്യോമെട്രിയെല്ലാം ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഗ്രൂപ്പ് കൊഹീഷൻ എല്ലാം നമുക്ക് ഉറപ്പ് വരുത്താനൊക്കെ സഹായിക്കുന്നുണ്ട് ത്രൂ സോഷ്യോമെട്രി. ദെൻ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കാണാം കുട്ടികൾ എന്ത് ചെയ്യണമെന്നില്ല, അതും എക്സ്ട്രീം ഇൻട്രോവേർട്ടൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ഒരു പക്ഷേ നമ്മൾ ഇതുവരെ പറഞ്ഞ പല ടെക്നിക്കുകളോടും അവർ റെസ്പോണ്ട് ചെയ്തോണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന വളരെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഭ്രാന്തന്മാർ എന്നൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു അല്ലേ, അത്തരത്തിൽ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ റെസ്പോണ്ട് ചെയ്തോണമെന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ ടൂളുകളോടൊന്നും അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കുകളോടൊന്നും റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. കൃത്യമായിട്ട് നമുക്കൊരു റെസ്പോൺസ് അവരൊന്നും കിട്ടിക്കോണമെന്നില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നും നമുക്ക് കിട്ടേണ്ട റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന, അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള, അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ടെക്നിക്കുകളാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഡയറക്റ്റ്ലി, ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് ഡയറക്റ്റ്ലി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അത്തരം സാഹചര്യത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ, പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേണേഴ്സിന് അല്ലേ, അതായത് നമ്മുടെ റെസ്പോണ്ടൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു കാര്യത്തിനെ, അവരുടെ ഇന്നർ സെൽഫിനെ അവർ പ്രൊജക്റ്റ് ചെയ്യണം. അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലൊരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പ്രത്യേകിച്ച് ഭ്രാന്താശുപത്രികളുടെ സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചില ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് അതിനെ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള, അവരുടെ ബോധ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നൊരു സാഹചര്യങ്ങളൊക്കെ, ആ സീനൊക്കെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നടക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ തന്നെ ഉള്ളിലുള്ള കാര്യത്തിനെ അവർ പോലും അറിയാതെ എന്ത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ടെക്നിക്കുകളാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ എക്സാമ്പിൾസ് ഞാൻ പറയാം. അതിൽ വരുന്നതാണ്, ഒന്നാമത് വരുന്നതാണ് നമ്മുടെ റോഷാസ് ഇൻക്ബ്ലോട്ട് ടെസ്റ്റ്. ഈ റോഷാസ് ഇൻക്ബ്ലോട്ട് ടെസ്റ്റിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഷി കൊണ്ടൊരു പാറ്റേൺ പോലെ ഉണ്ടാവും, പല പല പാറ്റേൺ പോലെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ചൊരു രൂപമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കാണുന്ന ഒരു വ്യക്തി അവൻ്റെ തന്നെ ഉള്ളിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ പണ്ട് എന്തെങ്കിലും കണ്ട് പേടിച്ചൊരു കാര്യത്തിനെ ആയിരിക്കും ഒരു പക്ഷേ അവന് ഓർമ്മ വരുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രൂപത്തിനെ കണ്ട് അവൻ അതിനോട് പ്രതികരിക്കുകയാണ്. അവൻ്റെ അൺകോൺഷ്യസിൽ, അവൻ്റെ മൈൻഡിൽ ഉള്ളിൽ തന്നെ, അവൻ്റെ ഉള്ളിൽ മൈൻഡിലുള്ള ആ ഒരു കാര്യത്തിനോട് അവൻ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഈ ഒരു രൂപവുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് റോഷാസ് ഇൻക്ബ്ലോട്ട് ടെസ്റ്റിനകത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടെസ്റ്റാണ് തിമാറ്റിക് അപ്പെർസെപ്ഷൻ ടെസ്റ്റ്. മറ്റൊരു ടെസ്റ്റാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പെർസെപ്ഷൻ ടെസ്റ്റ്, ദെൻ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇതെല്ലാം പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. നമുക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് മറ്റൊരു ടെക്നിക്കിനെ കൂടെ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ടെക്നിക്കാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ പേരിൽ തന്നെ നമുക്കറിയാം അല്ലേ, ടെസ്റ്റ് അല്ലേ, നമ്മൾ ഒരുപാട് ടെസ്റ്റൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് തന്നെ സംഭവം. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു ലേണറിന് നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു, ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ ആ ഒരു കോഴ്സിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ എന്തൊക്കെ ഇവർ ലേൺ ചെയ്തു, എത്രത്തോളം കാര്യങ്ങൾ ഇവർ ലേൺ ചെയ്തു, നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവലിൽ ഇവർ എത്തിയിട്ടുണ്ടോ, ആ ഒരു പുതിയ ലേണിംഗ് മെറ്റീരിയൽ, നമ്മൾ നൽകിയിരിക്കുന്ന ലേണിംഗ് മെറ്റീരിയലിൻ്റെ അവരുടെ അച്ചീവ്മെൻറ്റ് ലെവൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്
ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഈ ടെസ്റ്റിംഗ് നമ്മൾ പറയുന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ടു മെഷർ ലേണിംഗ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. ലേണിംഗ് പ്രോഗ്രസ്സും ലേണറുടെ അച്ചീവ്മെൻറ്റും മെഷർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൻ്റെ, ആ ടോട്ടൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ, ആ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ് അല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രൂ ടെസ്റ്റിംഗ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ ലേൺ ചെയ്തിരിക്കും, അല്ല ആ ഒരു ഇൻഡിവിജ്വൽ എത്രത്തോളം സ്കില്ലും നോളജൊക്കെ ആ ഇൻഡിവിജ്വൽ എത്രത്തോളം നേടിയും അതിൻ്റെ ഒരു ലെവലാണ് ഇവിടെ ത്രൂ ടെസ്റ്റിംഗ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഡിഫറെൻറ്റ് ടൂൾസ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ ഡിഫറെൻറ്റ് ടൂൾസ് നമ്മുടെ ടീച്ചർമാരായിട്ടുള്ളതും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പല പല ടൂളുകൾ, ടെസ്റ്റിംഗ് ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലേണറുടെ സ്കില്ലും അയാളുടെ നോളജ് ലെവലൊക്കെ മെഷർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്, നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ടെസ്റ്റിങ്ങിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ടെസ്റ്റിംഗ് നമുക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷൻ എത്രത്തോളം സക്സസ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ലേണർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കാണും അല്ലേ. നമ്മളൊരു ഡയഗ്നോസ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഡയഗ്നോസ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ലേണർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല, എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡയഗ്നോസ് ടെസ്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു പ്രശ്നം, എന്തുകൊണ്ടായിരിക്കും ആ ലേണർക്ക് ഈ ഒരു കാര്യം ലേണർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്, അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോയത് എന്നെല്ലാം അറിയാൻ വേണ്ടുന്ന ആ ഒരു പർപ്പസിൽ നടത്തുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഡയഗ്നോസ്റ്റിക് പർപ്പസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള, അതുപോലെ സ്ലോ ലേണേഴ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ടെസ്റ്റിംഗ് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഒരു സെലക്ഷൻ പർപ്പസിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമുക്കൊരു പക്ഷേ സെലക്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഒരു പ്രോഗ്രാമിൽ ഒരു അഡ്മിഷൻ പർപ്പസിലൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിലൊരു നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അതിൽ നിന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് സെലക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിങ്ങിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലേണേഴ്സിൻ്റെ, നമ്മുടെ ക്ലാസ് റൂമിലുള്ള ലേണേഴ്സിൻ്റെ അവരുടെ അച്ചീവ്മെൻറ്റ് ലെവലും അവരുടെ പ്രോഗ്രസ് അല്ലേ, ലേണിങ്ങിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ടെസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടീച്ചിങ് ടെക്നിക്ക്, ടീച്ചറുടെ ടീച്ചിങ് ടെക്നിക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് നടത്താനൊക്കെ ടെസ്റ്റിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ത്രൂ ടെസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് ലേണറുടെ നോളജ് മാത്രമല്ല, ആ ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ് അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടെയാണ് അവിടെ അസസ് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ടീച്ചിങ് ലേണിംഗ് ടെക്നിക്സ്, ആ ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്ന ടീച്ചിങ് ലേണിംഗ് ടെക്നിക്സ് അവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കാനും വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് ടീച്ചേഴ്സിന് ടീച്ചറുടെ ടീച്ചിങ് ടെക്നിക്സ് വേണ്ട നെസസറി ചേഞ്ചസ് വരുത്താനൊക്കെ ടെസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ലേണേഴ്സിന് ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ലേണറുടെ ഫർദർ ലേണിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് കൊടുക്കാനും ടെസ്റ്റിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം ഏതൊരു കോഴ്സിനും ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലേ. ആ ഒരു ലേണിംഗ് ഔട്ട്കം ഡിറ്റർമിൻ, നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം അത് എത്രത്തോളം അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനും നമ്മുടെ ടെസ്റ്റിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ടെസ്റ്റിങ്ങിൻ്റെ ഡീമെറിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എല്ലാ കാര്യങ്ങളും ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ബിഹേവിയറിൻ്റെ എല്ലാ ട്രേറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ചില ട്രേറ്റ്സ് നമുക്ക് ത്രൂ ടെസ്റ്റ്
നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഈ ടെസ്റ്റിലൂടെ ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് ചില സമയത്ത് ഇൻവാലിഡ് ആയിരിക്കാം. അത് ആ ലേണറുടെ, ആ ടെസ്റ്റ് ടേക്ക് ചെയ്യുന്ന ആളുടെ, ആ ടെസ്റ്റിൽ ആരാണോ ടെസ്റ്റിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ആ സമയത്തുള്ള മോട്ടിവേഷൻ എങ്ങനെയുണ്ട്, ആ വ്യക്തിയുടെ എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് ഈ റിസൾട്ട് എന്ത് ചെയ്യാം, മാറും. ഒരേ ടെസ്റ്റ് തന്നെ നമ്മൾ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ വ്യക്തിയിൽ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തിയുടെ ആ ടൈമിലുള്ള അയാളുടെ ആ മനസ്സിലുള്ള ഫീലിങ്സും കാര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തി ശരിക്കും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ആ റിസൾട്ട് മാറ്റം വരുന്നത്. കുറച്ചുകൂടി അറ്റൻറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് ഒരു പക്ഷേ നമുക്ക് ലഭിക്കുമായിരുന്നു. അത്തരത്തിൽ ആ വ്യക്തിയുടെ അറ്റൻഷനും അതുപോലെ കമ്മിറ്റ്മെൻറ്റും മോട്ടിവേഷനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസും നമ്മുടെ ടെസ്റ്റിങ്ങിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സും അതുപോലെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസും. അപ്പോൾ ആ ടെസ്റ്റ് ടേക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ടെസ്റ്റിന് നമ്മൾ ഒരുപാട് ടൂളുകൾ തയ്യാറാക്കേണ്ടതുണ്ട് അല്ലേ. ടെസ്റ്റിന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ തയ്യാറാക്കണം. വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പോരാ. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ നമ്മുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പോലത്തെ ഒരു ടെസ്റ്റാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം നമ്മളൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവിടെ ഒരു സ്കോറിംഗ് കീ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തു നിന്നും, പ്രധാനപ്പെട്ട എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ എല്ലാ ലേണിംഗ് ഔട്ട്കം, നമ്മുടെ ആ കോഴ്സിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലേ, നമ്മുടെ ലേണേഴ്സിന് ഉണ്ടാകുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ ലേണിംഗ് ഔട്ട്കമും അത് ആ ലേണറിൽ വന്നോ എന്ന് അറിയേണ്ടതുണ്ട് നമ്മൾ. അത്തരത്തിലുള്ള എല്ലാ ലേണിംഗ് ഔട്ട്കത്തിനെയും നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ലേണേഴ്സിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം അല്ലേ. ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ടൂള് തയ്യാറാക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എക്സ്പേർട്ടായിരിക്കേണ്ടതുണ്ട്. എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി നല്ലൊരു ടൂള് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എക്സ്പെർട്ട് ആൾക്കാരാണ്, പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ടൂള് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് ടെസ്റ്റിങ്ങിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ക്ലാസ് റൂം അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ടെക്നിക്കുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്.